ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഇട്ടോ, മരണക്കിണർ വ്യൂ പോയിന്റ് കണ്ടെങ്കിൽ 5 ലാംഗ്വേജ് ഇൻ സാപ്പ. ഓ ബങ്തെ ലാസി. ബങ്തെ ലാസി എന്ന് പറഞ്ഞിട്ട് നിന്റെ പേരെന്താണ്? അപ്പൊ ഹൗ ആർ യു പഠിച്ചോളിട്ടോ. ഹൗ ആർ യു? ഇതാണ് ഇനി നമ്മളെ പച്ചക്കറി മാർക്കറ്റ്. കണ്ടില്ല നിങ്ങള്? സ്വന്തം കൃഷി ചെയ്ത സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഇവരെ വിൽക്കുകയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇത് ശരിക്കും അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. പക്ഷെ അതൊക്കെ നമ്മൾ ഊട്ടിയിൽ പോലെ തന്നെയാണ്, പക്ഷെ അതിനെ ഭംഗിയാക്കി വെച്ചിട്ടില്ലേ. നാട്ടിലത്തെ 2200 രൂപ കേട്ടോ മൊത്തം. അതിൽ താമസം, ഫുഡ്, പിന്നെ നമ്മളെ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കല്, നമുക്ക് ഗൈഡ് പറഞ്ഞു തരല്. No, not now. After. We see after coming. See. Hey, Lasa. Come on, hey, Lasa. അങ്ങനെ നമ്മൾ സാപ്പ സിറ്റിയാണ് ഇപ്പോൾ കണ്ടിട്ടോ. നമ്മൾ വന്ന ആ സിറ്റിയാണ്. Hello everyone. Come on. Coming to Sapa. Come on, Sapa. Coming to Sapa. CC here. I here. അപ്പൊ നമ്മളെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇവരെ കൂടെ തന്നെ നമ്മൾ ആദ്യം കുറച്ച് നടക്കും. അങ്ങനെയുള്ള കാഴ്ചകളാണ്. അപ്പൊ ചെറിയ കാഴ്ചകളാണെങ്കിലും നല്ല രസമുള്ള കാഴ്ചകളായിരിക്കും. അപ്പൊ നമ്മളെ പുതിയ ട്രെക്കിംഗ് എപ്പിസോഡിലേക്ക്, സാപ്പയിലെ ട്രെക്കിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഷൂസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. മഴ ഉള്ളത് കൊണ്ട് സംഭവിച്ചാണ്. മഴ ഉള്ളതുകൊണ്ട് ഷൂസ് ഇതൊക്കെ ഇവർ കൊണ്ടുവരും കേട്ടോ. ഇവർ നമ്മളെ ഹോട്ടലിൽ വന്ന് കൂട്ടി ഇന്നെ. അപ്പോൾ ഇത് ഞാൻ 2 ദിവസം സ്റ്റേയും ഫുഡും സ്ഥലം കാണലും ഇവലിൻ്റെ കൂടെ ഗൈഡ് വരലും എല്ലാം കൂടിയും നമ്മൾ നാട്ടിലത്തെ 1500 നാട്ടിലത്തെ 2200 രൂപ കേട്ടോ മൊത്തം. അതിൽ താമസം, ഫുഡ്, പിന്നെ നമ്മളെ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കൽ, നമുക്ക് ഗൈഡ് പറഞ്ഞു തരൽ ഒക്കെ പെടുന്നതാണ് നമ്മളെ ഈ ട്രിപ്പ് കേട്ടോ. എങ്ങനെയുണ്ട്? എവിടെ കിട്ടുമല്ലേ ലോകത്തിൽ? നിങ്ങൾ കണ്ടോളി സുഹൃത്തുക്കളെ. ഇത് ശരിക്കും നിങ്ങൾ കാണണം കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസ് നിങ്ങൾ ശരിക്കും കാണണം കേട്ടോ. കാരണം ഇതൊക്കെയാണ് എക്സ്പീരിയൻസ്. ഞാൻ ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിച്ച് ഞാൻ പോയിട്ടുണ്ട്, ഇതേപോലെ ട്രെക്കിംഗ് ഒക്കെ പോയിട്ടുണ്ട് പല രാജ്യത്തും. പക്ഷെ അതിൻ്റെ സിസ്റ്റവും കാര്യമൊക്കെ വേറെയാണ്. കമ്പനികൾ നടത്തും, അതിന് ഭയങ്കര ചാർജസ് ആയിരിക്കും, പിന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. ഇവിടെ ഇപ്പം എൻ്റെ ഇഷ്ടത്തിന് ഇവർ എക്സ്പീരിയൻസ് ഉള്ള വില്ലേജിലുള്ള ആൾക്കാർ, ഇത് ടൂർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഓരോ ബുക്ക് ചെയ്തു. അത് മഴ ആണെങ്കിലും പ്രശ്നമില്ല, എന്താണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അവർക്കൊരു റേറ്റ് ഫിക്സ് ചെയ്തു. നമ്മൾ ശരിക്കും ടൂർ പാക്കേജുകാർ നടത്തുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോകുന്നതിന് ഇന്ത്യൻ്റെ ഒരു 5000-6000 റുപ്യൻ്റെ അത്രയും അതിലും മേലെ വരും. അതാണ് നമ്മൾ 2200 റുപ്യക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ CC പോയിക്കൊണ്ടിരിക്കുകയാണ്. CCൻ്റെ കൂടെ നമ്മൾ 2 ദിവസത്തെ ജീവിതം. മലകൾ കണ്ടെങ്കിൽ മേലത്തെ കോടമഞ്ഞുകളൊക്കെ ഉള്ള മലകളാണ് കേട്ടോ. മഴ പെയ്തിട്ട് വഴിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ പോകും. ഇവിടെ ഞാൻ താമസ സ്ഥലത്ത് കണ്ടെങ്കിൽ വലിയ ഹോട്ടലുണ്ട്. വാട്ട് ഈസ് ദ നെയിം ദിസ് ഹോട്ടൽ? സിൽക്ക് പാലസ്. വലിയ അടിപൊളി ഹോട്ടലുണ്ട് കേട്ടോ. മലനെ അങ്ങോട്ട് കവർ ചെയ്ത് മതിൽ കെട്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതൊന്ന് കയറി കാണേണ്ടിയിരുന്നു. എന്തായാലും നമുക്ക് കാണാൻ പറ്റുമോ നോക്കല്ലേ. നല്ല ഭംഗിയില്ലേ, ഹൈറ്റിൽ കേട്ടോ. ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും വ്യൂ. അപ്പോൾ ഇതേപോലത്തെ റോഡുകളാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളും വരെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇടിഞ്ഞു പോകുന്നതിന്. പിന്നെ നമ്മളെ ഈ കൊടൈക്കനാൽ, ഊട്ടിയിലൊക്കെ പോയതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാഴ്ചക്ക് നമുക്ക് കാണാനുള്ളത്. ഇതേപോലെയാണ് നമ്മൾ തുടങ്ങുമ്പോഴുള്ള കാഴ്ചകളൊക്കെ. നല്ല വലിയ മലകൾ. അത് ചൈനീസ് ബോർഡർ കേട്ടോ. ചൈനൻ്റെ ബോർഡറാണ് ഈ സ്ഥലം ശരിക്കും. നമ്മളെ ഗൈഡ് ഇങ്ങനെ മുന്നിൽ പോവും, നമ്മൾ ബാക്കിൽ പോകും. എങ്ങനെയുണ്ട്? ഈ വില്ലേജ് ട്രെക്കിങ്ങിൽ നമ്മൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ വലിയ പ്രധാനം. കാഴ്ചകളെക്കാടി അപ്പുറം നമുക്ക് ചെറിയ സംഗതികൾ വരെ എത്താനും ഇവരെ ലോക്കലായിട്ടുള്ള ചെറിയ സംഗതികൾ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും തന്നെയാണ് മെയിൻ കേട്ടോ. ഹോട്ടലുകളുണ്ട്, വലിയ കമ്പനികളുടെ ഹോട്ടലുകൾ ഇവിടെ ഉണ്ട്. ഓൾറെഡി ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ.
ലേ ബോട്ടിക്കോ ഹോട്ടൽ, അങ്ങനത്തെ ഹോട്ടലുകളും ഉണ്ട് കേട്ടോ. ഓ, ഇവിടുത്തെ ഹലാൽ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഹലാൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, സാപ്പ ഹലാൽ റെസ്റ്റോറൻ്റ് അതിൻ്റെ പേരാണ് കേട്ടോ. ഇത് കണ്ടെങ്കിൽ അവിടേക്കുള്ള കാഴ്ചകൾ കണ്ടു, അടിപൊളിയാണ്. നമ്മൾ ശരിക്കും വയനാട്ടിലായാലും ഊട്ടിയിലായാലും ഒക്കെ പോയാൽ അവിടെ നമ്മൾ ഈ ട്രക്കിങ്ങിനുള്ള നിങ്ങൾ ആരും പോയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ? എനിക്കൊന്നും വയനാട്ടിൽ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലവട്ടം. ഇതേപോലെ അവിടുത്തെ ലോക്കൽ ആൾക്കാരെ കൂടെ ഒരു ദിവസമോ 2 ദിവസമോ നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ യാത്ര. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടേക്കുള്ള വഴികളാട്ടോ. കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വേണ്ടില്ല നിങ്ങൾ കനാൽ ഇതൊക്കെ ഉണ്ടാക്കി, വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഉഷാറാണ്. വെള്ളം പോകുന്ന വഴികൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളാട്ടോ. CC ഇതാ വന്നുകൊണ്ടിരിക്കുന്ന. യു ടയേർഡ്? For me, it's okay. അപ്പോൾ ഇതാ CCനെക്കാളും കുഴഞ്ഞ മാതിരിയുണ്ട്. അങ്ങനെ നമ്മൾ കട്ടിലൂടെ വേറൊരു ഹൈറ്റുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇത് ശരിക്കും അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. മലകളായതുകൊണ്ട് നമുക്ക് ഫുള്ള് നേരിട്ട് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഓരോരോ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഇത് കാണുന്നത് കേട്ടോ. നല്ല വലിയ റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലങ്ങൾ. അതായത് വിയറ്റ്നാമിനെ സംബന്ധിച്ചിടത്തോളം വിയറ്റ്നാം ശരിക്കും ഫോളോ ചെയ്യുന്നത് ചൈനയാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരുടെ ഡെവലപ്മെൻറ്റിൽ ഇവർ ആദ്യം ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ നമ്മളെ റോഡ് പോലത്തെ. ഇപ്പോൾ ടൂറിസം ആണെങ്കിൽ റോഡ്, ഹോട്ടലുകൾ, അവർക്ക് വേണ്ടിയ പിന്നെ പാർലറുകൾ, അങ്ങനെ മസാജ് സെൻറ്റർ, പിന്നെ ഫുഡ് സ്ട്രീറ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ ആദ്യം സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ടൂറിസം പെട്ടെന്ന് ഹിറ്റാവുന്നത്. ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനം ഗസ്റ്റുകൾക്ക് വരാനുള്ള സംവിധാനവും വഴികളും ആദ്യം ഓക്കെ ആയാൽ തന്നെ ബാക്കി നമ്മൾ ആക്ടിവിറ്റീസിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ടൂറിസ്റ്റ് കമ്മിങ് ഫ്രം വേർ? No, just like before I married my husband, I started to learn speak English from 2018. Yeah, so now 2025, so 7 years. Good tourist coming? Yeah, right. Good. Now you working with the tourism, right? Yeah, Okay, good, happy. yeah. What doing your husband? My husband, he now has a job. He always like daily working in the family. Like he working for the rice field. Okay, the vegetable like this making? Yeah. Okay. How many children you have? I have 3. 3 children. Yeah. Okay. Village no expensive, huh? Village life no expensive. Yeah. അപ്പോൾ നമ്മൾ സാപ്പ സിറ്റിയിൽ നിന്നും നടന്നും കൊണ്ട് ഒരു വില്ലേജിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവരെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇംഗ്ലീഷുകാരെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാനും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനും ഓരോ ഗ്രാമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും അതിലൂടെ അവർക്കൊരു വരുമാനം കിട്ടാനും നമുക്കാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് കിട്ടുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത. അപ്പം ഇത് അറിയുന്നവർക്കറിയാം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കറിയാം. ഇതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇവരെ ചരിത്രങ്ങൾ, എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷന്, ഇതൊക്കെ ഇവർ പറഞ്ഞു തരും കേട്ടോ. ഇവരെ ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിതാ നേരെ ആ മലൻ്റെ അവിടെ കാണുന്ന ആ ടോപ്പിലേക്കാണ് നമ്മളിപ്പം നമ്മളെ ട്രിപ്പ് കേട്ടോ. നമ്മളിന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്കാണ്. അവിടുത്തെ വില്ലേജിലെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഓ, ഇവിടെ ഗോണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ലേക്ക് ഉണ്ട് കേട്ടോ. വാവ്, കണ്ടങ്ങള്. ഇത് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥലം കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മൾ ഊട്ടിയിൽ പോലെ തന്നെയാണ്, പക്ഷെ അതിനെ ഭംഗിയാക്കി വെച്ചിട്ടില്ലേ, ഇത് രസമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ബന്ധാണ് കേട്ടോ. ഇതിന്റെ വഴി ആ അപ്പുറത്തേക്കുള്ള വഴികളാണ് ഈ ലേക്ക് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യൂറോപ്യൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഗതികളാണ് കേട്ടോ. കാരണം ആ ട്രഡീഷൻ അങ്ങനെ തന്നെ നിർത്തി ശരിക്കും ഒരു ഡിഫറെന്റ് സ്റ്റൈലില് തന്നെ ഇല്ലേ. അതിന്റെ കണ്ടില്ലെങ്കിൽ ഒരു രസമാക്കി വെച്ചില്ലേ എൻട്രി. ഇതാണ് നമ്മളെ സാപ്പയിലെ ഓൾഡ് മാർക്കറ്റ് കേട്ടോ. അപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ പാർക്കിംഗ് ഒക്കെ കണ്ടില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പല സംഗതികളും. ഇവിടെ നമ്മൾ ഹനോയിലും കണ്ടത് അങ്ങനെ തന്നെയാണ്.
ഒരു മാർക്കറ്റ്, വലിയ മാർക്കറ്റ് ഉണ്ടാവും, നല്ല ഹൈറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇത് ശരിക്ക് ഫ്രഞ്ച് കൾച്ചറോ ഫ്രഞ്ച് കാഴ്ചപ്പാടോ ആണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അത് ആ കാലത്തുള്ളത് തന്നെ ആയിരിക്കും, കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ വലിയൊരു മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് ആൾക്കാരുണ്ടാവും. ഇവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇഞ്ചീൻ്റെ പല വിഭാഗങ്ങളാണ്, എല്ലാം സ്പൈസസ് എന്തായാലും ഉണ്ടാവും. കാരണം ഈ ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ കൃഷിയും കാര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. കണ്ടില്ല, നല്ല വൃത്തിയിൽ എടുത്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ഷോപ്പ് തന്നെ ഉണ്ടെങ്കിൽ മിസ്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ ട്രഡീഷണൽ കേക്കുകൾ, നമ്മളെ ബിസ്ക്കറ്റുകൾ കേട്ടോ. ഇന്നലെ പറഞ്ഞ ഇതിൽ പല വിഭാഗം ഉണ്ട് കേട്ടോ. നമ്മളെ വലിക്കുന്നതിൽ ഇത് ഭയങ്കര പൈസക്കാർക്കുള്ളതാണെന്ന് തോന്നുന്നു ഈ വിഭാഗം. ഗ്രാമത്തിലെ ആൾക്കാർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, കാരണം ടൂറിസ്റ്റുകൾ ഉള്ളിൽ വന്നുകൊണ്ട് തന്നെ. ആ വാട്ട് She say you want shopping? No, not now. After. We see after coming. അപ്പം ഇത് വയസ്സായ ആൾക്കാർ കേട്ടോ, കച്ചവടത്തിൻ്റെതാണ്. ഇവരൊക്കെ ഗ്രാമങ്ങളിൽ പാവത്തങ്ങൾ ഓരോ ദിവസത്തെ അവരെ അന്നം തേടിയിട്ട് മാർക്കറ്റുകളിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് നടന്നു വന്നിട്ട് ഇവിടെ ഫുഡിൻ്റെ മാർക്കറ്റുകളാണ് കേട്ടോ. പിന്നെ വരുന്നത് ഫുഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഫുഡ് വീട്ടിലുണ്ടാക്കൽ വളരെ കുറവാണ്. ഇവിടെ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടില്ല, ഇവിടുന്ന് പറഞ്ഞ് ഫ്രഷ് അന്നേരം തന്നെ കുക്ക് ചെയ്ത് കൊടുക്കും. അതെങ്ങനെയുണ്ട്, അടിപൊളി പരിപാടിയല്ല. എല്ലാ സാധനവും വെച്ചിട്ട് കയറുക, ഫുഡ് കഴിക്കുക, ഉണ്ടാക്കി കഴിക്കുക. അതാണിത്. റെസ്റ്റോറൻറ്റ് തന്നെ നമ്മളെ ഫ്രഷ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഇവർക്ക് ഇഷ്ടമുള്ള പല ഐറ്റംസ് ആണ് കിട്ടുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ വീടുകളിലേക്കുള്ള പർച്ചേസ്, പച്ചക്കറി, മീനുകൾ, അതേപോലത്തെ എല്ലാ സാധനങ്ങളും ഇത് വാങ്ങി നേരെ നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുപോയി കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ കച്ചവടത്തിൻ്റെ സ്ഥലം കേട്ടോ. ഇവരെ കേക്കാണ് കേട്ടോ. അല്ല, കേക്കല്ല, ഇതൊക്കെ ഇവരെ ഇൻഡിവിജ്വൽ കൃഷികളാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഈ ഭാഗങ്ങളിലുള്ള ഈ ഗ്രാമങ്ങളിലുള്ളതിൻ്റെ ഒക്കെ പ്രത്യേകതകൾ ഇങ്ങനെയാണ്. ഓരോ സാധനങ്ങൾ ഇവരുണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് വിൽക്കുക ചെയ്യുക. എനിക്ക് തോന്നുന്നു വേറെ ആൾക്കാർ തന്നെ ആയിരിക്കും അധികവും വാങ്ങുക, ടൂറിസ്റ്റുകൾ വാങ്ങാൻ സാധ്യത കുറവായിരിക്കും. ഇതാണ് ഇനി നമ്മളെ പച്ചക്കറി മാർക്കറ്റ്. കണ്ടില്ല നിങ്ങൾ, സ്വന്തം കൃഷി ചെയ്ത സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഇവരെ വിൽക്കുകയാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇത് കരിമ്പാണെന്ന് തോന്നുന്നു. കരിമ്പും കൂടിൻ്റെ അകത്ത് എന്തോ വെച്ചതാണ്. നമ്മൾ വില്ലേജിൽ പോകുമ്പോൾ നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ്. ഇതൊക്കെ വില്ലേജ് എന്ന് പറഞ്ഞാൽ ദിസ് ഓൾ കമ്മിങ് ഫ്രം വില്ലേജ്, റൈറ്റ്? All village people. Yeah. They coming morning. Yeah, they just come in the morning. Sales after go. Afternoon, they finish the food, they going home. Yeah. Every day they. Every day the people is coming here to sell it. Okay. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഇവർ ഈ ഭാഗങ്ങളിൽ, ഈ ചുറ്റുവട്ടങ്ങളിലുള്ള രാവിലത്തെ ആൾക്കാർ നേരെ ഇതുപോലെ ഓലുണ്ടാക്കിയ സാധനമായിട്ട് ഈ മാർക്കറ്റിൽ വരുന്നു. ഈ മാർക്കറ്റിൽ നിന്ന് അത് വിൽക്കുന്നു. ഈ സൗകര്യം ശരിക്കും നമ്മളെ നാട്ടിലില്ല കേട്ടോ. ശരിക്കും ഇത് ഇവിടെ ചില സ്ഥലങ്ങളിലുണ്ട്, നമ്മളെ തമിഴ്നാട് ഭാഗങ്ങളിലും കർണാടകയിലൊക്കെ, പക്ഷെ നമ്മളെ നാട്ടിൽ തീരെ ഇല്ല കേട്ടോ എന്തായാലും. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക്, വില്ലേജിലേക്ക് കയറുക കേട്ടോ. ഒരു പ്രധാനപ്പെട്ട വില്ലേജിലേക്ക് കയറുകയാണ്. എന്തൊക്കെയാണ് വില്ലേജിൻ്റെ കഥകൾ നമുക്ക് നോക്കാം. യു ടയേർഡ്? വൈ? അപ്പോൾ നമ്മൾ ടയേർഡായി എന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും ദൂരം എത്തിയിട്ടുള്ളൂ. ഇവിടെ ശരിക്കും നമ്മളവിടുത്തെ മലയൊക്കെ ഒന്ന് കയറ്റണം, ഇവിടെ പഠിക്കുകയുള്ളൂ കേട്ടോ. ഇവിടുത്തെ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷുകാരെ ശരിയാക്കുന്ന ട്രെക്കിംഗ് ആയിരിക്കും. നീ കുറേ മുകളിലേക്ക് പോകണ്ട കേട്ടോ. സി ടയേർഡ്? You every time you have experience, right? That's why you are good health. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടറിന് പോകാനുള്ള വഴിയുള്ളൂ കേട്ടോ. കണ്ടില്ല, സ്കൂട്ടറിനുള്ള ട്രക്കാണ്. വലിയ വഴിയൊക്കെ ഉണ്ട്, അതൊന്നും ടാർ ചെയ്തില്ല. നമ്മളെ നാട്ടിലെ പോലൊക്കെ തന്നെ. പക്ഷെ നാട്ടിൽ സ്കൂട്ടറിന് മാത്രമായിട്ട് ഉണ്ടാക്കലില്ലല്ലോ അല്ലേ. ഉണ്ടാക്കുമ്പോൾ നമ്മളെ എന്താ പറയുക, 8 ഫൂട്ടിൽ അല്ലേ ഉണ്ടാക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഹൈറ്റുള്ള സ്ഥലത്ത് എത്തിയിട്ടോ. അതങ്ങനെ അങ്ങോട്ട് കയറി വരിക. സ്കൂട്ടർ ഇറങ്ങി പോകുന്നുണ്ടോ?
ഇങ്ങനെ തന്നെ ഇറക്കാൻ കൂടെ ഇറങ്ങാം കേട്ടോ. വേഗം വരുത്ത് വന്നിട്ട് സ്കിഡായ കഴിഞ്ഞു കഥ. സി ഏയ് ലസ കമോൺ ഏയ് ലസ. അപ്പോൾ ഹൗ ആർ യു പഠിച്ചോളി കേട്ടോ. ഹൗ ആർ യു? ബാങ് ഖോയ് ഖും. യെസ്. അപ്പോൾ പഠിച്ചോളി ബാങ് ഖോയ് ഖും. ബാങ് ഖോയ് ഖം. ഇതാണ് ഹൗ ആർ യു കേട്ടോ. പഠിച്ചോളി. ബങ്തെ ലാസി എന്ന് പറഞ്ഞിട്ട് നിന്റെ പേരെന്താണ്? 5 language in Sapa. Oh. Vietnamese, Hmongs people. So I am Hmongs people. Thais people. Laos people. Thais people. Oh. We speak different language and different culture. Different language means have so many different or little different. Yeah, just like Sapa, like Vietnamese living from Sapa. Is Thai or Hmong, Dao, Thais people living outside Sapa. Oh, not city. Yeah, not city. Village. Yeah, the village. This 4 language people village. Yeah. Oh, village language then. Okay. Only Sapa have 5 language. Yeah, Sapa they have 5 language. But it's like Autoto Vietnam, so many. Maybe about like 80 language, but I'm not sure. 80. Yeah. Oh. Sure. 80 language ഉണ്ട്. All language writing? Yeah, but I know very sure. Okay. All speaking only. Speaking only. Writing which language? Yeah. I only now speak 3 language. Okay. I only now speak 3 language. Okay. 3 language different writing? Yeah. No, different- same writing. No, different. Different writing. Yeah. അപ്പോൾ എഴുത്തും ഡിഫറെൻ്റ് ആട്ടോ. ഇവിടെ ലാംഗ്വേജിൽ എഴുത്തും. ഓക്കെ. Green tea. Here people pan green tea. Tea. Yeah. Going tea means? Green tea. Green tea. Yeah, you want to go to looking? Take a video. No, I understand. ഓക്കെ, ഇത് ഗ്രീൻ ടീ ആണ് കേട്ടോ. ഇത് ഗ്രീൻ ടീൻ്റെ കൃഷിയാണ്. അറിയാലോ, മലകളിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ അവിടെ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഓരോ കൃഷികൾ തന്നെയാണ്. ഇത് ഗ്രീൻ ടീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കുള്ള കാട്ടിൽ കൂടി തന്നെയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് തുടക്കത്തിൽ കണ്ടില്ലേ, ആ കാടാണ് കയറി വരുന്നത്. നമ്മൾ ആദിവാസികളെ കാണാൻ പോകില്ലേ നമ്മളെ നാട്ടിൽ, അതേപോലെ ഇവിടുത്തെ ആദിവാസികളാണ് ഈ പറയുന്നത് കേട്ടോ. പറഞ്ഞു കേട്ടില്ല, ഇവർക്ക് വേറെ തന്നെ ലാംഗ്വേജാണ്. ഇവർ സിറ്റിയിൽ താമസിക്കില്ല, ഗ്രാമത്തിലേ താമസിക്കുള്ളൂ. ഗ്രാമമല്ല, ഇതേപോലെ മലൻ്റെ മുകളിൽ. അപ്പം നമ്മളിനി കാണാൻ പോകുന്ന കാഴ്ചകൾ ആ സാധാരണക്കാരുടെ കാഴ്ചകളാണ്. എല്ലാ നാട്ടിലുള്ള അതേപോലത്തെ തന്നെ ഒരു വിഭാഗം. ഇങ്ങനെ പോയി കയറി ഒരേ ആക്സിലേറ്റർ പിടിച്ചാട്ടോ. നിന്ന് പോയാൽ പിന്നെ ഇവർക്ക് വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പം നമ്മൾ മഞ്ഞിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിയിട്ടോ. ഓപ്പോസിറ്റുള്ള കാഴ്ചകൾ കണ്ടില്ല നിങ്ങൾ? ഇത്ര ലോങ്ങിൽ വലിയ ബിൽഡിങ്ങൊക്കെ കണ്ടോ, ഇത്ര കോട വരുന്നുണ്ടില്ലേ. ഇനി നമുക്ക് ഇത്രയും കൂടി ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട വലിയ മല കേട്ടോ. അങ്ങനെ നമ്മൾ സാപ്പ സിറ്റിയാണ് ഇപ്പോൾ കണ്ടേട്ടോ. നമ്മൾ വന്ന ആ സിറ്റിയാണ്. സാപ്പ സിറ്റീൻ്റെ ഇത്രയും ഉയരത്തിലെത്തിയിരിക്കുകയാണ്. ഇനിയും കുറച്ചുകൂടിയും പോകാണ്ട് വില്ലേജിലേക്ക്. ഇത്രയും ഏരിയ നമ്മൾ നടന്നെത്തി. ഏകദേശം 1/4 മണിക്കൂർ കൊണ്ട് നടന്നെത്തിട്ടോ. ഇതേപോലെ സ്കൂട്ടർ പോകാനുള്ളൊരു വഴിയുണ്ട്. അതുകൊണ്ട് മറ്റുള്ള വേറെ ബുദ്ധിമുട്ടില്ല, കയറ്റം കയറുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വില്ലേജിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മലൻ്റെ മുകളിൽ ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാക്കണ്ടില്ലേ. ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ കണ്ടോ, ഇത് കളക്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇവർ ക്യാബേജാണ്. ക്യാബേജ് കളക്ട് ചെയ്യാൻ വണ്ടി വന്ന് നിർത്തുന്നുണ്ട്. അപ്പം ഇന്നത്തെ ആൾക്കാർ ഫുള്ളാ ക്യാബേജുകൾ ഇവിടേക്ക് ഇട്ട് കൊടുക്കും മനസ്സിലായി ഇവർക്ക്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്താ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില ഇവർക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. വലിയ ക്യാബേജാണ്. ക്യാബേജുകൾ ഇങ്ങനെ ഓരോ ആൾക്കാർ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവർ നെയിം ലില്ലി. ലില്ലി ഫ്ലവറിൻ്റെ കൃഷി കേട്ടോ. ലില്ലി ഫ്ലവറിൻ്റെ കൃഷീൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെ കൃഷി ചെയ്യുന്നവർ ഇവിടെ തന്നെ സ്റ്റേ ആണെന്നാണ് തോന്നുന്നത്. കാരണം അവിടെ 2 ഷെഡൊക്കെ കണ്ടങ്ങൾ, അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ വ്യൂ നമ്മൾക്ക് കണ്ടാളാട്ടോ. സാപ്പ സിറ്റിയാണ്. ഒരു വ്യൂ പോയിന്റാണ് നമ്മളുള്ളത്. വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സിസി നൗ ഓക്കെ? നൗ യു നോ ടയർഡ്?
ഐ ആം നോട്ട് ടയർഡ് Not ഓൾവേസ്. tired. Okay, good. അപ്പോൾ നമ്മൾ ഈ വ്യൂവിലാട്ടോ ഉള്ളത്, കണ്ടില്ലേ? സാപ്പിൻ്റെ ഫുള്ള് ഇതാണ് സാപ്പ സിറ്റി, ഒരു മലഞ്ചെരുവ്. നമ്മൾ ഈ മോളിൽ നിന്നൊക്കെ ഗൂഗിൾ ഇതിലൊക്കെ കാണുന്ന അതിൻ്റെ വേറൊരു പ്രതീതിയാണ് അല്ലേ. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് വില്ലേജ് എത്തട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ്. വാട്ട് ഈസ് ദ നെയിം ഹിയർ? And the name for the village here for Sansam village. സാൻസാം വില്ലേജ്. Yes, Sansam. ആ, അപ്പോൾ സാൻസാം വില്ലേജ് കേട്ടോ. സാപ്പയിലെ സാൻസാം വില്ലേജിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, വ്യൂ പോയിന്റിലാണ് നമ്മളുള്ളത്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കണക്കിന് രസമാണ്, പക്ഷെ ഒരു കണക്കിന് വെറുപ്പിക്കലുമാണ് അല്ലേ. കുറച്ചൊക്കെ രസമാണ്, പക്ഷെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഈ യാത്ര ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഞാനത് ശരിക്കും ഇങ്ങനെ ചിന്തിക്കുക. ഇതിനൊരു മിനിമം ഒരു 4-5 പേരുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ വേണം. കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ച് രസമായിരിക്കും കാര്യങ്ങൾ. Hello everyone. Come on, come on. Coming to Sapa. Come on, come on, Sapa. Coming to Sapa. CC here, CC Yeah, here. right here. Hello everyone. Coming to Sapa. I coming to pick out you from the bus station. Go trekking. See, see, this two side red color. CC red color, beautiful. Thank you. ഇങ്ങനൊരു വ്യൂ പോയിന്റ് ഇട്ടോ, മരണക്കിണർ വ്യൂ പോയിന്റ് കണ്ടെങ്കിൽ ആൾക്കാർ കയറിയിട്ട് പോകും. വൈക്കളിക്കൽ ഒരു വേറെ വക ഉണ്ട്, ഞാൻ തമ്മിലെല്ലാം നടന്നുകൊണ്ടിരിക്കാട്ടോ. വൈക്കളിക്കൽ വേറെ, വൈക്കളി വേറെ ഒന്ന് വരാനുണ്ട്. ഇതിന്റെ പുറമെ കണ്ടില്ല നിങ്ങൾ സ്റ്റാൻഡാക്കി വെച്ച്. ഇത് പ്ലാറ്റ്ഫോം ഒക്കെ പോയതാട്ടോ, അതൊക്കെ നശിച്ചു വരാം. ഏകദേശം നമ്മളെ നാട്ടിലെ മാതിരിയുള്ള സ്ഥിതി അല്ലേ. ഇവിടെ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യായിട്ട് നശിച്ചു പോവാണ്. അപ്പോൾ അവിടെ കൃഷീൻ്റെ സ്ഥലം കണ്ടെങ്കിൽ ഇതാട്ടോ ക്യാബേജിൻ്റെ മെയിൻ കൃഷീൻ്റെ കണ്ടെങ്കിൽ ക്യാബേജ് നമ്മൾ ഊട്ടി പോയ പോലെ ഉണ്ട് അല്ലേ. ശരിക്കും എന്താ ബ്യൂട്ടിഫുൾ അല്ലേ. നമ്മൾ ആ മലയിൽ കയറിയിട്ട് ആ വലിയ മലയിൽ നിന്ന് കയറി ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. ഇറങ്ങി വരികയാണ് ഇനിയിപ്പോൾ. അപ്പോൾ നമ്മൾ വില്ലേജുകളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മലൻ്റെ ഏതെങ്കിലും ചെരിവുകളിലായിരിക്കും ഇവർ ഉണ്ടാവുക. ഏതെങ്കിലും ഇവർക്ക് കൃഷി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഫലപുഷ്ടിയായും പണ്ടുള്ളവർ നിൽക്കുകയൊക്കെ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇവരധികം ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഒക്കെ ഒരു മലയും 2 മലയൊക്കെ ക്രോസ് ചെയ്തിട്ടൊക്കെ വേണം പോകണമെങ്കിൽ. നമ്മളെ നാട്ടിൽ നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ എത്ര ഭാഗങ്ങൾ കടന്നു പോയിട്ടായിരിക്കും എത്തല്ലേ. ഇവിടെ നെറ്റ്വർക്ക് ഇപ്പം ഇല്ലാതായി. ഇവിടേക്ക് എത്തുമ്പോൾ ഈ മല കൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്ക് ഇല്ല ഇവിടെ. പക്ഷേ നമ്മൾ ട്രക്കിംഗ് അങ്ങനെ നമ്മൾ ഈ യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ സിസിൻ്റെ വീട്, അതുപോലത്തെ അവിടുത്തെ ഭക്ഷണങ്ങൾ, അവിടുത്തെ ഉള്ളുകളിലെ കാഴ്ചകൾ, അവരുടെ ഭാഷകൾ എല്ലാം നമുക്ക് തൊട്ടറിയാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാകുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ അടുത്ത എപ്പിസോഡ് വരിക. അതുവരെ ബായ്.